ഹലോ ഗായ്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം റെസ്റ്റേ ഗെയിമിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്ന ഗെയിം ദി ബേബി യെല്ലോ എന്ന് പറയുന്ന ഗെയിം മറ്റാണ്. ഹൊറർ ഗെയിമാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ ഈ ഗെയിം കളിക്കാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് എടുത്തിട്ടേക്കാം. അപ്പോൾ താല്പര്യമുള്ളവർ ഡൗൺലോഡ് ആക്കി കളിച്ചു നോക്കുക. നൈസ് ഗെയിമാണ്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, നമ്മളെ ഇത്തിരി കളിച്ച് ഇവിടം വരെ എത്തിച്ചായിരുന്നു. ലിഫ്റ്റിൽ നിന്നൊക്കെ കയറി രംഗമൊക്കെ ഞാൻ കട്ട് ചെയ്ത്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ വീട്. നമ്മളെ ബേബിക്കുട്ടൻ ബാക്കിലിരിപ്പുണ്ട്. അതുകൊണ്ട് ഇവിടെ നിന്നാണ് ഞാൻ വന്നത്. കുട്ടൻ ബാക്കിലിരിപ്പുണ്ട്. ചെറിയ ലാഗുണ്ട് ഗൈസ്, ചെറുതായിട്ട്. ഇതാണ് ഗൈസ് നമ്മളെ വാഷ്റൂം. നമ്മളെ ബേബിക്കുട്ടനെ കുളിപ്പിക്കേണ്ട സ്ഥലം. ഇരിക്കുന്നുണ്ട്. ചെറുക്കൻ കാണും കണക്കല്ല, ഇത്തിരി ടെറാണ് ഇരിക്കണണ്ടില്ലേ. ചക്രവാവേ വാ. നമുക്ക് ആദ്യം എന്താ ചെയ്യണ്ടേ? ആദ്യം പാപ്പം കൊടുക്കണം. ഒരു മണ്ടയിൽ എഴുതിയിട്ടുണ്ട് ഗൈസ് എന്താണ് ചെയ്യേണ്ടതെന്ന്. കുപ്പിയുടെ ചെറുക്കൻ എടുക്കാൻ പറ്റുന്നില്ലല്ലോ. ഡ്രോപ്പ് ചെയ്യണം. കരയല്ലടാ. എന്തുവാ? ഡൈപ്പർ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. ഇല്ലല്ലോ, എടുക്കാൻ പറ്റുന്നില്ല. അയ്യോ പെട്ടോ. നേരെ ഇരുന്ന് എന്താ ചെയ്യേണ്ടത്? ഡൈപ്പർ എടുക്കണമല്ലേ? ഡൈപ്പർ ഇനിയിപ്പോൾ എവിടെ പോയി തപ്പും? ഡൈപ്പർ ഇതാണോ? എന്തോ ഗൈസ്, 12 എണ്ണം കളക്ട് ചെയ്യണം. നോക്കാം. വെള്ളമൊക്കെ വരുമല്ലോ. ഗ്രാഫിക്സ് ഒക്കെ കൊള്ളാം കേട്ടോ. വെറും 400 MB ഉള്ളൂ, പക്ഷെ ഗ്രാഫിക്സ് ഒക്കെ നല്ല രസമുണ്ട് കാണാൻ. ടോട്ടൽ ഗെയിം വർക്കെല്ലാം അടിപൊളിയാണ്. പോയി. ഇതാണ് ഞാൻ പറയുന്നത്, ചെറുക്കന് കുരുത്തക്കേട് കൂടുതലാണ്. ഒരിടത്ത് അടങ്ങിയിരിക്കില്ല, ഒരിടത്ത് ഓടിക്കൊണ്ടേയിരിക്കും. എന്തോ തറ കയറിയിരിക്കണ നോക്കിയാണ് ആയിക്കൊണ്ടിരിക്കും. ഒരിടത്ത് അടങ്ങിയിരിക്കത്തുമില്ല. ഇനി അവിടെ കൊണ്ട് കളയണം. റൂമിൽ കൊണ്ടാക്കണം. റൂം ഇതാണോ? ലോക്കാണ്. ഇതാണോ തുണി എഴുവണത്? ഇതാണെന്ന് തോന്നുന്നു. പടമൊക്കെ കൊടുത്തിട്ടുണ്ട്. കയറി നോക്കാം. ഇവനവിടെ കൊണ്ട് കിടത്തും. കിടത്തി ഉറക്കാം. കുറച്ച് നേരം അവിടെ കിടക്കട്ടെ. ഇതെന്തുവാ? ദി പ്രിൻസ്. അയ്യോ, വെയിറ്റ് ചെയ്തു ഗൈസ്. പൂച്ച കിടക്കണം. താനെ കയ്യിൽ നിന്ന് പോയി. ഇനി എന്താ ചെയ്യേണ്ടേ? നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ അവിടെ തന്നെ? അവിടെ ഇരുന്നോ. എടുത്ത് കൊടുക്കണമെന്നാണ് ഇവർ പറയുന്നത്. എന്തുവാ കൊടുക്കണോ? എടുത്ത് കൊടുക്കേണ്ടേ? വെള്ളം ആണോ? താഴെ പോയി നോക്കാം. അടുക്കളയിലെല്ലാം ഉണ്ടാക്കി എല്ലാം കൊടുക്കുക. ഉണ്ടാക്കാനുള്ള സാധനങ്ങളുണ്ടോ? ഗ്യാസൊക്കെ ഉണ്ട് കൈസ്. കത്തുമെന്ന് ആർക്കറിയാം? കത്തുമെന്ന് നോക്കാം. നമുക്കൊരു ബ്രെഡ് ഉണ്ട് കേട്ടോ. നമുക്ക് ബ്രെഡ് വെച്ച് ഉണ്ടാക്കിയാലോ? പൊട്ടി വരുമോ? എന്താ അവിടെ നല്ല സൗണ്ട് കേട്ടിട്ട് പറയാൻ വിട്ടിട്ട് ഇറങ്ങി അങ്ങ് വന്നാളായി. ബ്രെഡ് എടുക്കുക. ബ്രെഡ് ചൂടാക്കണല്ലോ വയ്ക്കുക. വർക്കാവൂല കൈസ്. മുട്ടയൊക്കെ വന്ന് മുട്ടയും പൊട്ടി. ഇപ്പം എന്താ ചെയ്യുക? വല്ല അടുപ്പ് വല്ല മണ്ടലുണ്ടോ നോക്കാം. ലൈറ്റ് ഇവിടെ എന്തുവാ? എന്തൊക്കെ ഇരിക്കുന്നുണ്ട് അറിയത്തില്ല. ഇവിടെ എന്തുവാ? അവിടെയൊന്നുമില്ല. ബുക്കൊക്കെ കൊണ്ട് അടുക്കളയിൽ കൊണ്ട് വെച്ചേക്കും.
ഇമാര് ഉറക്കിയത് കൊള്ളാമല്ലോ. ബുക്ക് കൊണ്ട് അടക്കള കൊണ്ട് വെച്ചിരിക്കുന്നു ഗൈസ്. ബേസ്ബോൾ, അതും ബേസ്ബോൾ. ചട്ടിയൊക്കെ ഇരിക്കുന്നുണ്ട്, വരുമെന്തോ എടുത്തു പോകാം. എടുക്കാൻ പറ്റുന്നില്ല ഗൈസ്. സ്പൂൺ എടുക്കാൻ പറ്റുന്നുണ്ട്. സ്പൂൺ എന്തിനു കലക്കി കുടിക്കാനാ? അവിടെ ഇരിക്കട്ടെ. ബ്രെഡ്, തറ വീണ ബ്രെഡ് നമ്മൾ പണ്ടേ കഴിക്കാറില്ല. ഇങ്ങോട്ടെല്ലാം അടുത്തറിയാം. അവിടെ ഇരുന്നോ. നമുക്ക് എന്താ ഇപ്പം ചെയ്യാം? എന്താ ഉണ്ടാക്കി കഴിക്കേണ്ട? ഒന്നും ഇല്ലല്ലോ. ഇനിയിപ്പോൾ ഉണ്ടാക്കി കഴിക്കേണ്ടതല്ലേ? എന്തെന്നാണ് തോന്നണത്? ഇവിടെ വല്ലതും ഉണ്ടോ? ക്ലോക്ക് ഐസ്, ക്ലോക്കാണെന്ന് കണ്ടാ പറയൂ. TV ഉണ്ട്. TV കാണാൻ പറ്റും. എന്തോ കളിപ്പാട്ടം ഇരിക്കാൻ പറ്റും. TV ചാനൽ മാറ്റാൻ പറ്റുമോ? പൂച്ച കിട്ടി, പൂച്ച. സിനിമയൊക്കെ കാണാൻ പറ്റുന്ന TV സൂപ്പർ ആയിരിക്കുമല്ലേ. ബുക്ക് ഇതൊന്നും എടുക്കാൻ പറ്റുന്നില്ല. ഇവിടെ വല്ലതും എടുക്കാനുണ്ടോ? ഇവിടെ ഒന്നുമില്ല. നമുക്കിനി മണ്ടേ കയറി പോകാം. റൂമിലെല്ലാം കാണുമെങ്കില. ഇത് തുറക്കാൻ പറ്റുന്നുണ്ട്. പൂച്ച വീണ്ടും കിട്ടി, 4 പൂച്ച. ഞാൻ ഇറങ്ങട്ടെ വെളിയിൽ. ഇവിടെ എന്താ റേഡി ഇരിക്കുവോ? എന്തൊരു വേണം, അതായത് നാളെ തന്നെ സെറ്റ് ചെയ്യാം. ഓക്കെ. നമുക്ക് കൈസ് കുളന്നൊക്കെ ഇരിക്കണൊക്കെയാണ്. ചെമരൊക്കെ കമ്പിയൊക്കെ വീട്ടിനകത്തൂടെ തുറന്നു പോകാൻ പറ്റുമോ? റേഡിയോ നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം. പ്രാന്തളകുന്നു. ഇവിടെ ഓർ തുറന്ന് നോക്ക്. ഒന്നുമില്ല. ഇരിക്കണമൊക്കെയാണ് ചിരിച്ചുകൊണ്ട്. നിനക്ക് എന്താ വേണ്ടേ? നീ എന്നാ പറയാ? എന്താ വേണ്ടേ? നിനക്ക് എന്ത് വേണം പറയൂ. കളിപ്പാട്ടം വേണോ? ഒരു വാക്ക് പറഞ്ഞാൽ കൊണ്ടുവരാൻ കളിപ്പാട്ടം വേണോ? നിനക്ക് എന്താ തരാ? ബുക്ക്. ദി പ്രിൻസ് ആൻഡ് ദി കാറ്റ്. ബുക്കും വേണ്ട നിനക്ക്? ദി പ്രിൻസ് ആൻഡ് ദി കാറ്റ്. ഇതെന്തുവാ? കഥ വായിച്ചു കൊടുക്കണം. ചുമ്മാ പറയണ്ടേ? നമുക്കും കഥ കേൾക്കാം ഗൈസ്. കുറച്ചു നേരം കേട്ടു നോക്കട്ടെ. I found a secret garden, said the cat with much delight. Excitedly they ran outside, explorers in the night. They walked through the golden garden gate. Look at the pretty trees. They walked along the pretty pebble path. Look at the colorful flowers. They walked past the fabulous flowing fountain. Look at the dancing water. Look. But the prince didn't like the garden and started kicking down the trees. He dug up flowers, grabbed the hedges and pulled off all the leaves. He ruined everything for fun. The cat watched on in fear. What a mistake I made, the cat cried out. I should never have brought him here. നൈസ് കഥയായിരുന്നു ഗൈസ്. ഞാനും അതങ്ങ് കേട്ടങ്ങ് ഇരുന്ന് പോയി. പക്ഷെ ഒന്നും മനസ്സിലായില്ലെന്നേ ഉള്ളൂ. കഥ കൊള്ളാം. നമ്മളെ ചെറുക്ക അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. നൈസ് ഡോറ് ക്ലോസ് ചെയ്ത് അങ്ങ് പോവാം.
കിടന്നുറങ്ങട്ടെ, ശല്യപ്പെടുത്തണ്ട. നമുക്ക് ആ സമയം കൊണ്ട് താഴേക്ക് പോയി കറങ്ങിയിട്ട് വരാം. ജസ്റ്റ് ഒന്ന് വീടൊക്കെ ഒന്ന് വാച്ച് ചെയ്യാം. അവർ പറയുന്നത് ഇവിടെ ഇരിക്കണമെന്നാണ്. ജസ്റ്റ് എന്തെങ്കിലും നോക്കാം. ഉറക്കം വരുന്നുണ്ട്. ഉറങ്ങട്ടെ. ചേറക്കം സമ്മതിക്കൂല. നമുക്ക് പോയി ചേട്ടൻ എന്തിനാണ് കരയുന്നത് നോക്കാം. എന്തിനാവോ കരയുന്നതെന്ന് നോക്കാം. എനിക്ക് തോന്നുന്നത് കൊച്ചിൻ്റെ അമ്മയായിരിക്കും നമ്മൾ കേട്ടാ, അങ്ങനെ തോന്നുന്നത്. കാണാനില്ല. അവിടെ പോയി വിളിച്ചിരിക്കണേ എന്തോ നല്ലതാ. ചിലപ്പോൾ ഒരു കാലം ഇവിടെ എടുത്ത് അടങ്ങിയിരിക്കില്ല. ഒന്നുമില്ല. ഇവിടെ എല്ലാം ഉണ്ടോ? അവിടെ ഇല്ല. ഡോർ ക്ലോസ് ആണ്. അതായിരിക്കണം. ഞങ്ങൾക്ക് എപ്പോഴും ഇവിടെ വന്നിരിക്കുമോ അവിടെ? എന്ത് ചെയ്യണം? തിരിച്ചു കൊണ്ടുപോയി കിടത്തണോ? തിരിച്ചു കൊണ്ടുപോയി കിടത്തണം. ഇനി ഇവിടെ മര്യാദക്ക് കിടന്നോണം. ഇവിടെ നനങ്ങല്ലോ. ഇവിടെ കരഞ്ഞ ഇവിടെ നീക്കല്ലോ. ഇനി എന്താ ചെയ്യണ്ടേ? വീണ്ടും എന്തോ എടുത്ത് കൊടുക്കാനാണോ പറയുന്നത്? തട്ടുകളയിലും എറിയലും വീണ്ടും എടുത്തെറിയോ നോക്കിയോ? ചെവിയെ പിടിച്ച് തറ അടിക്കും. പറയാനില്ല, ഒരു അനുസരണയില്ല. എനിക്കറിയാൻ ഇതല്ലായിരിക്കും. വാവ്, കൊള്ളാലോ. വേറെ വല്ലതും ഉണ്ടാകുന്ന നോക്കാം. വേറെ വല്ലതും ആയിരിക്കും. എന്നാലും ഈ ചെറുക്കൻ ഇനി വേണ്ടത് എന്താണ്? ഇനി വേണ്ടത് അവിടം വരെ പോയി നോക്കിയിട്ട് വരാം. അല്ലെങ്കിൽ വേണ്ട, തിരിച്ചു പോയിട്ട് വരാം. റൂമിനകത്തെല്ലാം കാണും. വെറുതെ താഴെ വരെ പോയി റിസ്ക് എടുക്കണ്ടല്ലോ. എന്താ മോനെ വേണ്ടേ? എന്താ വേണ്ടേ? നോക്കട്ടെ, നോക്കിക്കൊണ്ടിരിക്കണ വീണ്ടും നോക്കണ. ഒന്ന് കീഴിൽ പോയി നോക്കിട്ട് വരാം. ഫ്രഷ് അടിച്ചു നോക്കാം നമുക്ക്. ഫ്രഷൊക്കെ ആവുന്നുണ്ട്, കൊള്ളാം. ഇതൊന്നും എടുക്കാനില്ല. അടുക്കള പോയി ഫ്രിഡ്ജിലൊക്കെ നോക്കിട്ട് വരാം. സാധനം വല്ലതും ഉണ്ടോ? എല്ലാം ഉണ്ട്. ഇരിക്കണ നോക്ക്. തക്കാളി, ചീസ് എല്ലാം ഉണ്ട്. മുട്ട, ബ്രെഡ്, ഇതൊക്കെ എന്തുവാണോ? ഇതൊക്കെ എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. ഇതൊക്കെ സാധനങ്ങളാണ്. ഇതൊക്കെ കുറേ ഐറ്റങ്ങളുണ്ട്. പ്ലേറ്റുകൾ. ജസ്റ്റ് ഒന്ന് വീണ്ടും ബാത്റൂമിൽ പോയി അവിടെ എല്ലാം ഉണ്ടാകുന്ന നോക്കിയിട്ട് വരാം. എന്നിട്ട് നേരെ എന്താ പറയുക, മണ്ടലോട്ടൊരു പോവാം. മണ്ടേ ചെന്നപ്പോൾ വോളിബോളാണ് വീട്ടിനകത്ത്. ഈ വാഷ്റൂമിൽ വാഷിംഗ് മെഷീൻ ഉള്ള റൂമിൽ കയറി നോക്കാം. ഇവിടെ നേരത്തെ നോക്കിയില്ലേ? ഇല്ല. റൂമിൽ തന്നെ എന്തോ ഉണ്ട്. എന്താണെന്ന് നോക്കണം. എന്തുവാടെ നിനക്ക് വേണ്ടത്? നോക്കിക്കൊണ്ടിരിക്കാതെ കാര്യം പറയൂ പുത്ര. എന്തുവാ നിനക്ക് വേണ്ടേ? നിനക്ക് വല്ല പാവയോ വല്ലതും വേണോ വേണ്ടത്? പാവയോ കൽപ്പട്ടവോ വല്ലതും അതാണോ വേണ്ടേ? ഇനി ഈ റൂമിൽ എവിടെയാ പാവ? പറയോ? മുട്ട കൊള്ളാമല്ലോ. അവൻ്റെ മുട്ടത്തലയിൽ ആ മുട്ട എടുത്തടിച്ചു കൊടുക്കുമായിരുന്നു. പക്ഷെ ഇവനെ നോപ്പിക്കാൻ പറ്റില്ല ഗൈസ്. ഇവന് പാവ എവിടെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കാം. പാവേ എന്ത് ചെക്കോ?
ഇതുവെല്ലാം എന്നെ കൊണ്ടുകൊടുക്കേണ്ടത് പോയി. ആ അതായിരിക്കണ് കേറ്റ്. ഇതാണോ നിനക്ക് വേണ്ടേ? ആ ചിരിക്കുന്നു. ഡോറടയ്ക്കാൻ ഇവർ പറയുന്നുണ്ട്, നമുക്ക് ഡോറടയ്ക്കാം. ഇനി എന്തുവാ, ടി വി കാണണം ഗൈസ്. ഇൻഡോറിക്ക് കൂടെ പോയി ടി വി കാണണം. പോയി ടി വി ഒക്കെ കണ്ട് അവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കാം. പിന്നെ ഈ കിടന്ന് ടി വി കണ്ടോണ്ടിരിക്കുമ്പോൾ ഇനി കിടന്ന് കരയൊന്നും ആർക്കറിയാം. കണ്ടു നോക്കാം, കരയൊക്കെ വരൂലേന്ന് നോക്കാം. ഗൈസ്, ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്തു. ഇനി പാർട്ട് 2-ൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യൂ, ലൈക്ക് അടിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ ഗൈസ്. ഇനിയും ഇതുപോലത്തെ കുറേ വീഡിയോസ് നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പാർട്ട് 2 വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.